അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് എൻ്റെ സ്കൂളിൽ പൂക്കൾ പ്രദർശനമാണ്. അതുകൊണ്ട് എൻ്റെ അച്ഛമ്മ കുറേ പൂക്കൾ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരൊക്കെ അമ്മ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതാണ് കേട്ടോ എൻ്റെ പേരും ഇതിൻ്റെ പൂവുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റും ഇത്രയും പല നിറത്തിലുള്ള പൂക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കൂട്ടുകാരെ, ഈ പൂവ് കണ്ടില്ലേ? ഇതാണ് കോളാമ്പി. ഇത് കണ്ടില്ലേ? ഇതിലെന്താ എഴുതിയിരിക്കുന്നത്? ചെമ്പരത്തി. ഇത് റോസാപ്പൂവാണ് കൂട്ടുകാരെ. ഇത് മുക്കുറ്റി. ഇത് മന്ദാരം. ഇത് നന്ദ്യാർ വട്ടം. കൂട്ടുകാരെ, ഇത് ടൊറേനിയ പറഞ്ഞൊരു പൂവാണ്. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഉണ്ടച്ചെമ്പരത്തി. ഇതും ചെമ്പരത്തി തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ കളർ ഇത്തിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇത് തുളസി. ഇത് തെച്ചി. ഇത് പാവയ്ക്ക പൂവാണ്. പാവയ്ക്കയിലുണ്ടാകുന്ന പൂവാണ്. പാവയ്ക്ക പറഞ്ഞ പച്ചക്കറിയാണ്, അതിലുണ്ടാകുന്ന പൂവാണിത്. പിന്നെ ഇതിൽ കുറച്ച് കാശിത്തുമ്പ പൂവുകളുണ്ട്. അപ്പോൾ ഇതിനെക്കാട്ടിലും കുറേ നമ്മുടെ കൂട്ടുകാർ സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി സ്കൂളിൽ പോയിട്ട് കാണാം. ചുമന്ന കൃഷ്ണ കിരീടം. ഇത് കുമ്പളം. റോസാപ്പൂ. ചെണ്ടുമല്ലി. ചെമ്പരത്തി. ഇത് വേറൊരു ചെമ്പരത്തി. ഇത് പാവയ്ക്കപ്പൂവ്. ഇത് കാക്കപ്പൂവ്. ഇത് നീലശംഖ് പുഷ്പം. ഇത് ടൊറേനിയ. ഇത് ഉണ്ടച്ചെമ്പരത്തി. ഇത് ചൂൽപ്പൂവ്. ഇത് നിത്യകല്യാണി. ഇത് അരിപ്പൂ അല്ലെങ്കിൽ പൊടിച്ചൂറ്റി. ഇത് ചെമ്പരത്തികൾ. മഞ്ഞ കോളാമ്പി. ഇത് മുസാൻഡ. ഇത് ഇലയാണ്. ഇത് തെച്ചി. പലതരം ചെമ്പരത്തികൾ. രാജമല്ലി. കാശിത്തുമ്പ. ഇത് മുക്കുറ്റി പൂവാണ് കൂട്ടുകാരെ. ഇത് മാങ്ങനാര്. കമ്മൽ പൂവ്. വാടാമല്ലി. പൂച്ചവാല്. 5 ഇതളുള്ള നന്ദ്യാർ വട്ടം. ഇത് മന്ദാരം പൂവാണ് കൂട്ടുകാരെ. ഇത് ഗന്ധരാജ. ചേഞ്ചിങ് റോസ്. ഇത് മുല്ലപ്പൂവാണ് കൂട്ടുകാരെ. ഇന്ന് നമ്മുടെ സ്കൂളിൽ നടത്തിയ പൂക്കളുടെ പ്രദർശനം 5 ഇതളല്ലോ പൂക്കൾ. എല്ലാവർക്കും ഇഷ്ടമായോ? പാഠപുസ്തകങ്ങളിൽ നിന്നും കിട്ടുന്നത് മാത്രമല്ല പഠനം. നമുക്ക് ചുറ്റും എന്തെല്ലാം കാഴ്ചകളാണ്! പലതരം പക്ഷികൾ, മൃഗങ്ങൾ, പൂമ്പാറ്റകൾ, പൂവുകൾ, അങ്ങനെ പ്രകൃതി എത്ര മനോഹരമാണ് കൂട്ടുകാരെ. നമുക്ക് ഇതുപോലെ പ്രകൃതിയിലേക്ക് ഇറങ്ങി അറിവ് നേടാം. നിങ്ങളും ശ്രമിക്കുമല്ലോ.